ഈ തസ്തികകളൊക്കെ തന്നെ ഇനി മുതൽ നിയമനം നടത്തണ്ട എന്നുള്ളതാണ്. ഓരോരുത്തരും റിട്ടയർ ചെയ്യുമ്പോൾ പിന്നെ പകരം വരുന്ന ഒഴിവ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ആകുമ്പോൾ വരുന്ന ഒഴിവ് നികത്തണ്ട എന്നാണ് ഈ ഇടതുപക്ഷ കുടില സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഞാനും എൻ്റെ ആളും പിന്നെ 40 KASകാരും കൂടി ഈ കേരളം ഭരിക്കാമെന്നാണ് ഈ സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നത് വിചാരിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർവീസിൻ്റെ ശവപ്പറമ്പായി ഈ ഉത്തരവ് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൽ യുവതലമുറ തന്നെ അവയുടെ നിലനിൽപ്പോ അവയുടെ എണ്ണമോ ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു തീരുമാനമാണ്. അത്രയ്ക്കും ദീർഘവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് സർക്കാർ ഇതിലൂടെ എടുത്തിരിക്കുന്നത്. നമസ്കാരം. 2 തസ്തികകൾ ഉന്മൂലനം ചെയ്തുകൊണ്ട് സർക്കാർ ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു ഉത്തരവ് ഇറക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ പ്രതീകാത്മക സമരമുറയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയായ ഇർഷാദ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. അതായത് സംസ്ഥാനത്ത് അപ്രഖ്യാപിത നിയമന നിരോധനത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് സംസ്ഥാനത്തെ ഏകദേശം 1,50,000 നിയമനങ്ങൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ട് ഒരു പുതിയ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 20-ാം തീയതി പുറത്തിറക്കിയ ഉത്തരവിൽ അതിൻ്റെ ആദ്യ പടിയോളം പറഞ്ഞിരിക്കുന്നത് ഈ ഓഫീസ് നടപ്പിലാക്കിയതുകൊണ്ട് അനാവശ്യമായി നിലനിൽക്കുന്നു എന്ന് ഇവർ പറയുന്ന 2-3 തസ്തികകൾ, അതായത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ തസ്തികയായ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തിക, അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരുടെ സുഗമമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സഹായകരമായിട്ടുള്ള തസ്തിക ടൈപ്പിസ്റ്റ് തസ്തിക, അതിന് ചില സ്ഥലങ്ങളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് തസ്തിക, സെക്രട്ടറിയിലാണെങ്കിൽ അത് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എന്നാണ് ആ തസ്തികയുടെ പേര്. ഈ തസ്തികകളൊക്കെ തന്നെ ഇനി മുതൽ നിയമനം നടത്തണ്ട എന്നുള്ളതാണ്. ഓരോരുത്തരും റിട്ടയർ ചെയ്യുമ്പോൾ പിന്നെ പകരം വരുന്ന ഒഴിവ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ആകുമ്പോൾ വരുന്ന ഒഴിവ് നികത്തണ്ട എന്നാണ് ഈ ഇടതുപക്ഷ കുടില സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇനി നവകേരളം എന്ന് പറയുന്നത് കുറേ ആഢ്യന്മാരും കുറേ ഏമാന്മാരും മാത്രം ഉൾപ്പെടുന്ന ഒരു സർവീസായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറച്ച് KAS, ഞാനും എൻ്റെ ആളും പിന്നെ 40 KASകാരും കൂടി ഈ കേരളം ഭരിക്കാമെന്നാണ് ഈ സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നത് വിചാരിക്കുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന റാങ്ക് ലിസ്റ്റിൽപ്പെടുന്ന തൊഴിൽ രഹിതരായി ഇന്ന് നിൽക്കുന്ന യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനീൾ പരത്തിക്കൊണ്ടാണ് ഈ സർക്കാർ ഇങ്ങനെ വെള്ളടി പോലെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വലിയ അരക്ഷിതാവസ്ഥ യുവാക്കളുടെ മേഖലയിൽ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. കാരണം ഇപ്പോൾ തന്നെ കേരളത്തിൽ തൊഴിൽ കിട്ടാതെ അന്യനാടുകളിലേക്ക് വിദേശങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ പലായനത്തിന് ആക്കം കൂട്ടും വിധം കേരളത്തിൽ യുവതലമുറ തന്നെ അവയുടെ നിലനിൽപ്പോ അവയുടെ എണ്ണമോ ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു തീരുമാനമാണ്. അത്രയ്ക്കും ദീർഘവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് സർക്കാർ ഇതിലൂടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം ഓഫീസ് അറ്റൻഡൻ്റ് തസ്തിക വേണ്ട, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ടൈപ്പിസ്റ്റിൻ്റെ തസ്തിക വേണ്ട എന്ന് തീരുമാനിക്കുന്നു. നാളെ ക്ലറിക്കൽ തസ്തിക വേണ്ട എന്ന് പറയും. അതുപോലെ തന്നെ ഈ തസ്തിക ഈ ഉത്തരവിൻ്റെ 8-ാം ഖണ്ഡികയിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. KSEB പോലെയുള്ള സ്ഥാപനങ്ങളിൽ പണമടയ്ക്കുന്ന കൗണ്ടറുകൾ, പ്രത്യേക കൗണ്ടറുകൾ ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ വൈദ്യുതി ബോർഡ്, അതുപോലുള്ള സ്ഥാപനങ്ങളിൽ ക്രമേണ കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസസിൽ ഇവയൊക്കെ തന്നെ പണമടയ്ക്കുന്ന സ്ഥലങ്ങൾ ആ കൗണ്ടറുകൾ നിർത്തുന്നതോടുകൂടി അവിടെ തന്നെ ആ കൗണ്ടറിൽ തന്നെ കുറഞ്ഞത് 2 ജീവനക്കാരുണ്ടാവും. ഇപ്പോൾ ട്രഷറിയിൽ എത്രമാത്രം കൗണ്ടറുകളുണ്ട്? ട്രഷറിയിൽ കൗണ്ടറുകളുടെ എണ്ണം കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യും. അപ്പോൾ ഈ കൗണ്ടർ കൈകാര്യം ചെയ്യുന്ന കാഷ്യർ പോലെയുള്ള, ജൂനിയർ അസിസ്റ്റൻ്റ് പോലെയുള്ള, ജൂനിയർ അക്കൗണ്ടൻറ്റ് പോലെയുള്ള തസ്തികകൾക്കും മരണമടി പറയാതെ മുഴക്കിയിരിക്കുകയാണ് ഈ സർക്കാർ ഈ ഉത്തരവിലൂടെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർവീസിൻ്റെ ശവപ്പറമ്പായി ഈ ഉത്തരവ് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ജോലി കിട്ടാതെ, തൊഴിൽ കണ്ടെത്താൻ കഴിയാതെ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കിട്ടാതെ ഒരു തലമുറ തന്നെ നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. പകരം ഇവർ പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്കാരനെ പിൻവാതിലൂടെ നിയമിക്കാനുള്ള അനുമതി കൂടി ഇതിൽ കൊടുക്കുകയാണ്. ഈ PSC നിയമനം ഇല്ലാതാക്കുന്നതിനോടൊപ്പം ആവശ്യമായി വരികയാണെന്നുള്ളത് കരാർ നിയമനം നടത്താമെന്നാണ് പറയുന്നത്. കേരളത്തിൽ വാണരുളുന്നത് ദിവസക്കൂലിക്കാരുടെയും കരാറുകാരുടെയും സർക്കാരാണോ എന്ന് ഞങ്ങൾക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു.
ആ രീതിയിലുള്ള പെരുമാറ്റമാണ് പ്രവൃത്തിയാണ് കേരള സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതിന് ഇടതുപക്ഷമെന്നോ തൊഴിലാളി സർക്കാരെന്നോ പറയാൻ ഒരിക്കലും സാധ്യമല്ല. അടിസ്ഥാന തൊഴിലാളി വർഗത്തെ ഉന്മൂലനം ചെയ്യുന്ന സർക്കാരാണിത്. ഇത് ടെർമിനേറ്റർ 2.0 ആണ്. ഈ തസ്തികകളൊക്കെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന ടെർമിനേറ്റർ 2.0 ആണ് ഇപ്പോൾ നടക്കുന്നത്. ടെർമിനേറ്റർ 3.0 പോകുവാൻ കേരളത്തിലെ ജനത ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. കാരണം ഇവിടെ ഒന്നും ഉണ്ടാകില്ല. നമ്മൾ നേടിയെടുത്ത കേരള മോഡലിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളത് കേരളത്തിലെ സർവീസാണ്. നഴ്സിംഗ് മേഖലയിൽ, ആശുപത്രി മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ തന്നെ കേരളം മാതൃകയായി മാറിയിട്ടുണ്ട് എങ്കിൽ അത് അനാദികാലം മുതൽ കേരളത്തിൽ തുടർന്നു വന്ന സേവന മേഖലയുടെ കരുത്തുകൊണ്ടാണ്. ആ സേവന മേഖലകളെ കരുത്ത് തളർത്തി ഇല്ലാതാക്കുന്ന നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ നിർമ്മാർജ്ജന പ്രക്രിയയെ ഏത് വിധേനയും ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഈ 2 തസ്തികകൾ, ഈ ഉത്തരവിലൂടെ ഇല്ലായ്മ ചെയ്ത 2 തസ്തികകൾ അത് പ്രതീകാത്മകമായി ചിത്രീകരിച്ചുകൊണ്ട്, ഓഫീസ് അറ്റൻഡൻ്റ് തസ്തിക അതുപോലെ തന്നെ ടൈപ്പിസ്റ്റിൻ്റെ തസ്തിക അത് പ്രതീകാത്മകമായി മരണമടഞ്ഞതായി ചിത്രീകരിച്ചുകൊണ്ട് അവയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവയ്ക്ക് റീത്ത് സമർപ്പിച്ചുകൊണ്ടുള്ള വിലാപയാത്ര, ആ വിലാപയാത്ര കൊണ്ടുപോയത് എന്തിലാണെന്നറിയാമോ? നവകേരളമെന്ന് പേരിട്ടിരിക്കുന്ന ഒരു തള്ളുവണ്ടിയിലാണ്. നവകേരള തള്ളുവണ്ടിയിലൂടെയാണ് ഇത് തള്ളിക്കൊണ്ട്, ആ നവകേരളത്തെ തള്ളിക്കൊണ്ട് പോകുന്ന സർക്കാർ ജീവനക്കാരനല്ല, കരാർ ജീവനക്കാരൻ. പ്രതീകാത്മകമായി കരാർ ജീവനക്കാരൻ തള്ളിക്കൊണ്ടു പോകുന്ന തള്ളുവണ്ടിയിലൂടെ ഈ തസ്തികകളുടെ പ്രതീകാത്മകമായിട്ടുള്ള മരണം ചിത്രീകരിച്ചുകൊണ്ടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന വിലാപയാത്രയായി പോകുന്ന ഒരു സമരരൂപമാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ സ്വീകരിച്ചത്, അനുവർത്തിച്ചത്. ഇത് ഈ സർക്കാരിന് ഈ ഒരു ഉത്തരവുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സമസ്ത മേഖലകളിൽ നിന്നും കടുത്ത എതിർപ്പ് ഈ സർക്കാരിനെതിരെ, ഈ തീരുമാനത്തിനെതിരെ, ഈ ഉത്തരവിനെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് കരി നിയമമാണ്, ഇത് കറുത്ത ഉത്തരവാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ തൊഴിലാളി വർഗ പ്രേമം അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു ഉത്തരവ് എന്ന് കേരളം നാളുകളിൽ, ഭാവി കേരളം ഇതിനെക്കുറിച്ച് വിലയിരുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഇവിടെ ആരോപിക്കുന്നത് ഇതൊരു കരി നിയമമാണ്, ഇത് എത്രയും പെട്ടെന്ന് പിൻവലിക്കണം എന്ന് തന്നെയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.